അപ്പം നമുക്ക് നല്ല ക്യൂട്ടായിട്ട് കുറച്ച് മാമ്പഴം കിട്ടിയിട്ടുണ്ട്. നല്ല പഴുത്ത മാമ്പഴം. അപ്പോൾ നമുക്കിതുകൊണ്ട് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം മാമ്പഴപ്പുളിശ്ശേരി. ഇവിടെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ട് ഞങ്ങളുടെ വലിയ മാവുണ്ടായിരുന്ന സമയത്ത് ചന്ദ്രക്കാരൻ കൊണ്ട് കൂടുതലും മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കണേ. അപ്പോഴാണ് ഒരു നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ നാട്ടുമാങ്ങയെ നല്ലത്. ഇത് നാട്ടുമാങ്ങ എന്ന് എനിക്ക് തോന്നണേ. എന്തായാലും ചന്ദ്രക്കാരനല്ല, നാട്ടുമാങ്ങ. അപ്പോൾ ചന്ദ്രക്കാരൻ കൊണ്ട് ഉണ്ടാക്കുമ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിൽ നിറച്ചും ഉണ്ടാവുമായിരുന്നു കേട്ടോ. മിക്കവാറും എല്ലാ ദിവസവും മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാവും. അപ്പോൾ നമുക്ക് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാം. പ്രത്യേകിച്ച് അധികം സാധനങ്ങളൊന്നും വേണ്ട, വേഗം ഉണ്ടാക്കാൻ പറ്റും. മാമ്പഴം വേവിക്കാനിടുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് വേവിക്കണം. നല്ല ഉപ്പ് ഇടണോട്ടെ. ഞാൻ അതിൽ ഉപ്പ് ഇടണ കാണിച്ചില്ല, ഞാൻ ആദ്യം ലാസ്റ്റ് ഇട്ടേ. പക്ഷെ ഉപ്പ് അതിൻ്റെ കൂടെ തന്നെ ഇടണം. അപ്പോൾ മാമ്പഴത്തിന് ഒരുവിധം നല്ല വേവുള്ളതുകൊണ്ട് അത് വെന്ത് തന്നെ ഇറങ്ങണം. നമുക്ക് തേങ്ങയൊക്കെ അരച്ച് വെക്കാം. തേങ്ങ അരക്കുമ്പോഴേക്കും ഞാൻ അതിൽ കുറച്ച് ചുവന്നുള്ളിയും ജീരകവും കൂട്ടിയാണ് തേങ്ങ അരക്കണേ. പിന്നെ പച്ചമുളകും കൂട്ടി അരക്കിയായിട്ടാണ് ചെയ്യണേ. ഇത് നല്ല വടിയെ അരച്ച് വെക്കണം കേട്ടോ. അപ്പോൾ മാമ്പഴം നല്ലോണം വെന്ത് ഉടഞ്ഞൊക്കെ കഴിഞ്ഞ് ഒരുവിധം നല്ലോണം ചാറ് പറ്റി കഴിയുമ്പോൾ ഈ അരപ്പങ്ങ് ഒഴിക്കണം. അരപ്പ് ഒഴിച്ചൊരു കുറച്ച് നേരം നല്ലോണം ഇളക്കി ഇതായി കഴിഞ്ഞ് കഴിയുമ്പോൾ മോരൊഴിക്കണം. നല്ല കട്ട തൈര് ഒഴിക്കണം കേട്ടോ. ചാറ് അധികമില്ലാതെ ഇച്ചിരി കുറുകിയിരിക്കണ പോലെ ഉണ്ടാക്കണം. എന്നാലാണ് മാമ്പഴപ്പുളിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങനെ ഇഷ്ടം. ഇനിയിപ്പോൾ ഓരോരുത്തർക്ക് നല്ല ചാറായിട്ട് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഞാൻ ഇച്ചിരി കുറുകലും ഇച്ചിരി ചാറും ആ ഒരു പരുവത്തിലാണ് ഉണ്ടാക്കിയെടുക്കണേ. അരപ്പെല്ലാം ഒഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം വെന്താൽ മതി. അത് കഴിഞ്ഞിട്ട് മോരൊഴിച്ചാൽ പിന്നെ ജസ്റ്റ് ഒന്ന് തിളക്കുക, ഓഫ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് പിന്നെ കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിപ്പിക്കുമ്പോഴും ഉള്ളിയും മുളകും വേപ്പിലൊക്കെ ഇട്ട് കടുക് പൊട്ടിച്ച് ഇച്ചിരി മുളക് പൊടി ഇടുക, ഒരു കളറിന് വേണ്ടിയിട്ട്. അതും കൂടി ഇട്ട് കഴിഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി റെഡി. ഇതുകൂട്ടി ചോറ് തിന്നാം. വേറെ കറിയൊന്നും പ്രത്യേകിച്ച് വേണ്ട. ഈ വിഷുവിൻ്റെ സമയമൊക്കെ ആയി തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം മാവും പൂത്ത് നിറച്ച് മാങ്ങയല്ലേ. പിന്നെ എനിക്ക് വന്ന മിക്ക വീടുകളിലും മാമ്പഴപ്പുളിശ്ശേരി ആയിക്കോളണം കേട്ടോ. ഇപ്പം ഞങ്ങൾക്ക് മാവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് അടുത്ത് വീട്ടിൽ നിന്ന് തന്നതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കൂടി മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കണത് ഓർത്തോളൂ. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഉണ്ടാക്കാമെന്ന് ഓർത്തേച്ച്. പക്ഷേ അപ്പോൾ എനിക്ക് ഇവർ തന്നുകൊണ്ട് ഞാൻ അപ്പം തന്നെ പോയി മോരും സാധനം വാങ്ങിച്ചു കൊണ്ടുവന്ന് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി. അത് കറക്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് 2 നേരം കഴിക്കാനുള്ള മാങ്ങയുണ്ട് കേട്ടോ. ഒരാൾക്കൊരു മാങ്ങ വെച്ച് കൊടുക്കും. എന്ന് പറഞ്ഞാൽ ആ മാങ്ങയും കൂടി അങ്ങ് പിഴിഞ്ഞ് ആ ചോറിട്ട് ഒഴിച്ച് കഴിയുമ്പോഴാണ് ആ ടേസ്റ്റ് വരത്തുള്ളൂ. അതങ്ങനെ കഴിക്കണേ. ഏറ്റവും അവസാനം മാങ്ങയൊക്കെ ചപ്പി തിന്നണോട്ടോ. നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വേഗം ഉണ്ടാക്കാവുന്നൊരു ചെറിയ കറിയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.